കേരളം വീണ്ടും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആരവത്തിൽ അലിയുമ്പോൾ 93 വർഷം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ 1932 നടന്ന ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഓർമ്മകളെ ആനയിക്കുകയാണ് ഒരു അപൂർവ മാപ്പിളപ്പാട്ട് കൃതി. മാപ്പിളപ്പാട്ടിലെ പ്രശസ്ത കവിയായ പുലിക്കോട്ടിൽ ഹൈദറും അദ്ദേഹത്തിന് സന്തത സഹചാരിയായിരുന്ന പോക്കാവിൽ അഹമ്മദ് കുട്ടി മല്ലയും ചേർന്ന് എഴുതിയ ഓട്ടുമാല എന്ന കൃതിയാണ് പുതിയ കാലത്തും സവിശേഷമായ വായന അർഹിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ത്രിതല ഭരണ സംവിധാനമായിരുന്നു മലബാർ ഡിസ്ട്രിക്ട് ബോർഡ്, അതിന് കീഴിലുള്ള താലൂക്ക് ബോർഡുകൾ, അതിന് കീഴിലുള്ള വില്ലേജ് ബോർഡുകൾ എന്നുള്ളത്. 1884 റിപ്പൺ പ്രഭുവിന്റെ പരിഷ്കാരമായിട്ട് ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരുന്നത്. ഇവിടെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അതിശക്തമായ പോരാട്ടം, സമരങ്ങളൊക്കെ നടക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ പരിമിതമായ അധികാരം തദ്ദേശീയർക്ക് നൽകി അവരുടെ സമരത്തെയൊക്കെ തണുപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇന്നത്തെ സ്വയംഭരണ സ്ഥാപനങ്ങളെ പോലെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പോലെയുള്ള അധികാരമൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. പരിമിതമായ അധികാരങ്ങളും ഫണ്ട് വിനിയോഗിക്കാനുള്ള കപ്പാസിറ്റിയൊക്കെ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ പോലും ഒരു പ്രാതിനിധ്യം നൽകുന്നതിൽ അതൊരു ഇപ്പോഴത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഒരു പൂർവ്വഗാമിയായിട്ട് ഈ മലബാർ ഡിസ്ട്രിക്ട് ബോർഡുകളും താലൂക്ക് ബോർഡുകളും ഒക്കെ പ്രവർത്തിച്ചിരുന്നു. മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ ആസ്ഥാനം കോഴിക്കോടായിരുന്നു. ഏറനാട് താലൂക്ക് ബോർഡിന്റെ ആസ്ഥാനം മഞ്ചേരിയായിരുന്നു. ഇപ്പൊ 1932 മലബാർ ഡിസ്ട്രിക്ട് ബോർഡിലേക്കും ഏറനാട് താലൂക്ക് ബോർഡിലേക്കും നടന്ന ഒരു എലക്ഷൻ. ആ എലക്ഷൻ എന്ന് പറയുന്നത് ആളുകളെ സംബന്ധിച്ചോളം ഒരു പുതുമയാർന്ന അനുഭവമായിരുന്നു. ആ അനുഭവത്തെയാണ് പുലിക്കോട്ടിൽ ഹൈദരും പോക്കാവിൽ അഹമ്മദ് കുട്ടിമല്ലയും വോട്ടുമാലയിലൂടെ വളരെ സരസമായി ഭംഗിയായും രേഖപ്പെടുന്നത്. അതില് സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള വിശദാംശങ്ങളുണ്ട്, അതേപോലെ പ്രചാരണ രീതികളെ കുറിച്ചുള്ള വിശദാംശങ്ങളുണ്ട്, ഓരോ സ്ഥാനാർത്ഥിയെയും പിന്തുണച്ച പ്രമുഖരായ വ്യക്തികളെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ആളുകളെ വോട്ട് ക്യാൻവാസ് ചെയ്യിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥികളും അവരുടെ കൂടെയുള്ളവരും നടത്തുന്ന ശ്രമങ്ങളെ കുറിച്ച് വളരെ രസകരമായ പ്രതിപാദ്യമുണ്ട്. ഇന്നത്തെ പോലെ വോട്ടർമാരുടെ വീട്ടിലേക്ക് ബസ്സും കാറും ഒക്കെ അയച്ച് ആളുകളെ കൂട്ടത്തോടെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുന്ന സംവിധാനം, രീതിയൊക്കെ അന്നും ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആളുകൾ പണം ചെലവാക്കുക, അമിതമായി കാശ് ചെലവാക്കി ക്യാമ്പയിനു വേണ്ടി ചെലവഴിക്കുന്ന രീതിയും അന്നുണ്ടായിരുന്നു എന്നൊക്കെ ഈ കവിതയിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നു. 7 ഇശലുകളുള്ള ഒരു ചെറിയ മാപ്പിളപ്പാട്ട് കൃതിയാണിത്. അതില് ആ കാലഘട്ടത്തിലെ എല്ലാ ഈ തെരഞ്ഞെടുപ്പിന്റെ ആവേശവും അതിന്റെ സങ്കടവും തോറ്റവരുടെ വ്യസനവും ജയിച്ചവരുടെ ആഹ്ലാദവും ഒക്കെ കവികൾ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. മാപ്പിളപ്പാട്ട് സംബന്ധിച്ച അക്കാഡമിക് വ്യവഹാരങ്ങളിലോ അറബി മലയാള സാഹിത്യ പഠനങ്ങളിലോ ഒന്നും കാര്യമായി കടന്നു വരാത്ത ഒരു കൃതിയാണ് വോട്ടുമാല. മാത്രമല്ല പുലിക്കോട്ടിൽ ഹൈദറിന്റെ സമ്പൂർണ്ണ സമാഹാരം എമ്മങ്കാരശ്ശേരി മാഷ് ഇറക്കുന്നുണ്ട്. അതിലും ഈ പാട്ട് ഉൾപ്പെട്ടതായി കാണുന്നില്ല. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അപൂർവമായ ഒരു കൃതിയാണ് ഓട്ടുമാല എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത് നമ്മൾ കണ്ടെടുക്കുന്നത്, ഇത് ലഭിക്കുന്നത് നമ്മുടെ നെല്ലിക്കുത്ത് സ്വദേശിയായ നെല്ലിക്കുത്ത് അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന് പറയുന്ന ഒട്ടേറെ അപൂർവ ഗ്രന്ഥങ്ങളുടെ സൂക്ഷിപ്പുകാരനായ അന്വേഷകനായ അദ്ദേഹത്തിന്റെ ശേഖരത്തിൽ നിന്നാണ്. ഷമീർ കരിപ്പൂർ എന്ന് പറയുന്ന ഗവേഷകൻ, അദ്ദേഹത്തിന്റെ ധാരാളം പുസ്തകങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതുപോലത്തെ ധാരാളം കൃതികൾ അദ്ദേഹം പലരുടെ ശേഖരത്തിൽ നിന്നായി കണ്ടെടുക്കുകയും എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഷമീർ കരിപ്പൂരാണ് നെല്ലിക്കുത്ത് അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ ശേഖരത്തിൽ നിന്ന് ഈ പാട്ട് കണ്ടെടുക്കുന്നതും ആദ്യമായി ഇതേക്കുറിച്ച് എഴുതുന്നതും. നെല്ലിക്കുത്ത് അബ്ദുറഹ്മാൻ മുസ്ലിയാരോട് നമുക്ക് അദ്ദേഹം കണ്ടെടുത്ത രീതിയെക്കുറിച്ചും എവിടെ നിന്ന് കണ്ടെടുത്തു എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പൊ ഒരു മാപ്പിള സാഹിത്യത്തിലെ ഒരു അപൂർവ കൃതിയാണ് ഓട്ടുമാല. ഇത് എങ്ങനെയാണ് നിങ്ങൾ കണ്ടെടുക്കുന്നത്, എവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത്, അതിന്റെ ഒരു സാഹചര്യം എന്താ? സാഹിത്യ കൃതികള് ശേഖരിക്കൽ തുടങ്ങിയത്, ചരിത്ര കൃതികൾ ശേഖരിക്കൽ തുടങ്ങിയത് 1979 മുതലാണ്. അതിന്റെ ഭാഗമായി ദക്ഷിണേന്ത്യയിൽ അതുപോലെ തന്നെ ബോംബെ ഒക്കെ പലപ്പോഴും സഞ്ചരിച്ചിട്ടുണ്ട്. അതിനിടയിൽ ഔചാരികമായി കുറെ അറബി മലയാള സാഹിത്യ കൃതികൾ കിട്ടിയപ്പോൾ പിന്നീട് ശ്രദ്ധ അതിലേക്കായി. അതിന്റെ ഭാഗമായി പിന്നെ പഴയ പള്ളികള് അതുപോലെ തന്നെ സ്ഥാപനങ്ങള്, ലൈബ്രറികള്, പുസ്തകശാലകളൊക്കെ തപ്പാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് മംഗലാപുരം ബന്ദറിൽ സീനത്ത് ബക്ഷ് പള്ളിയുണ്ട്. ആ പള്ളിക്ക് അഭിമുഖമായി അടുത്ത് ഒരു ഇസ്ലാമിക പുസ്തകശാല ഉണ്ടായിരുന്നു. അത് കാസർഗോഡ് മൊഗ്ഗരാൽ പുത്തുക്കാർ നടത്തുന്ന, പരമ്പരാഗതമായി നടത്തുന്ന, തലമുറകളായി നടത്തുന്ന ഒരു പുസ്തകശാലയാണ്. അവിടെ പരിശോധിച്ചപ്പോൾ ഇങ്ങനെ അറബി മലയാള
ഗ്രന്ഥങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ അവരെ സമ്മതത്തോടു കൂടി അവർ പഴയ റെക്കോർഡുകളൊക്കെ രേഖകളൊക്കെ പഴയ ശേഖരങ്ങളൊക്കെ പതിയപ്പോഴാണ് ഇങ്ങനെ അപൂർവമായ കുറെ മാപ്പിളപ്പാട്ടുകൾ ലഭിക്കുന്നത്. ആ കൂട്ടത്തിലാണ് ആ ഓട്ടുപാല ഉണ്ടായത്. കൂട്ടത്തിലാണ് ഓട്ടുമാല. പിന്നെ അപൂർവമായ കുറെ ഒരു 10-75 അറിമലയാള അറിവ് കൃതികൾ. മലയാളികളെ അവിടെ നിന്ന് കിട്ടി. ഉം. പിന്നെ മറ്റു പുസ്തകങ്ങളൊക്കെ മൊഗ്രാല് ശരിക്കും ഒരു മാപ്പിളപ്പാട്ടിന്റെ ഒരു പ്രധാന കേന്ദ്രമാണ്. പഴയ കാലത്ത് തന്നെ ഉം. പയ്യൻകുട്ടി വൈദ്യരൊക്കെ അവിടെ പോയി അതെ അതെ അതെ. പിന്നെ പോയിരുന്നൊക്കെ പറയുന്നുണ്ട്. ഉം. പിന്നെ തമിഴ് പുലവന്മാരുടെ ഒക്കെ ഒരു കേന്ദ്രമായിരുന്നു. കേന്ദ്രമായിരുന്നു. ഇന്നും ഒരുപാട് 10-40 കവികളൊക്കെ അവിടെ ഉണ്ട്. അതെ. സ്ത്രീകളുടെ പിന്നെ അവിടെ കവിത്രികളുണ്ട്. അപ്പൊ മൊഗ്രാലിൽ നിന്നാണ് ഈ മുഗ്രാലിൽ ഓട്ടുമാല നിന്നല്ല, ലഭിക്കുന്നത്. മുഗ്രാലിൽ നിന്നല്ല, മുഗ്രാൽ നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നാണ്. ധാരാളം അറബി മലയാള ഗ്രന്ഥങ്ങളുടെ സൂക്ഷിപ്പുകാരനാണ് താങ്കൾ. അക്കൂട്ടത്തിൽ നിന്ന് ഈ കൃതിയുടെ സവിശേഷ പ്രാധാന്യം മനസ്സിലാക്കുകയും അതേക്കുറിച്ച് എഴുതുകയൊക്കെ ചെയ്യുന്നത് ഷമീർ കരിപ്പൂരാണ്. നിങ്ങൾക്ക് ഏത് കാലത്താണ് ഈ പുസ്തകം, ഈ കൃതി ലഭിക്കുന്നത്? ഷമീർ വരുന്നതും ഒക്കെ എങ്ങനെയാണ്? 1990കളുടെ രണ്ടാം പാതിയിൽ ആണ് ഈ ഗ്രന്ഥം എൻ്റെ ഈ ശേഖരം പിന്നെ അറബി മലയാളത്തിലേക്കുള്ള ശേഖരം ആരംഭിക്കുന്നത്. ഉം. അവിടെ തന്നെ പിന്നെ അതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അറബി മലയാള സാഹിത്യ കൃതിയുടെ ചരിത്രം പ്രാധാന്യം തിരിച്ചറിഞ്ഞ് നേരത്തെ പറഞ്ഞ മാതിരി ഈ പുസ്തകശാല തപ്പുന്നടിയിൽ 90കളുടെ മധ്യത്തിലാണ് ഈ ഗ്രന്ഥം ഇടക്കുള്ള മറ്റുള്ള ഗ്രന്ഥങ്ങളൊക്കെ കയ്യിൽ വരുന്നത്. ഷമീർ ഒരു 2000ന്റെ തുടക്കത്തിൽ ഇവിടെ 2018 കാണുന്നത് അല്ല ഷമീർ 2003 ഇവിടെ വരൽ തുടങ്ങിയിരുന്നു. ആ ആ ആ. ഓന്റെ ഗവേഷണത്തിന്റെ ആദ്യത്തിൽ മുഹമ്മദ് മുസ്ലിയാരുടെ ഒക്കെ വന്ന പിന്നെ മുഹമ്മദ് മുസ്ലിയാരും ഞാൻ വലിയ ബന്ധമുണ്ടായിരുന്നു. അതെ. അപ്പൊ മുഹമ്മദ് മുസ്ലിയാറിന്റെ അറബി ഇങ്ങനെ കയ്യെഴുത്ത് പ്രതികളെ കണ്ടു മുമ്പ് വലിയ താല്പര്യമാണ്. പിന്നെ മൂപ്പർക്ക് ഈ ചരിത്ര താല്പര്യമുള്ള ആൾക്കാരോട് മൂപ്പർക്ക് പ്രത്യേക താല്പര്യമുണ്ട്. അങ്ങനെ മൂപ്പര് ഷമീറിനെ എന്നെ പരിചയപ്പെടുത്തി. അങ്ങനെയാണ് ഷമീർ ഇവിടെ വരുന്നത്. ഷമീർ ഒന്ന് പിന്നെ ബന്ധമായി, ഇടക്കിടക്ക് വരും. മുഹമ്മദ് മുസ്ലിയാർ പിന്നെ ജീവിതകാലത്ത് വരും. അതിനുശേഷവും പിന്നെ ഞങ്ങൾ ബന്ധം തുടർന്നു. അങ്ങനെയാണ് ഷമീർ പിന്നെ പിന്നെ എൻ്റെ ശേഖരങ്ങളൊക്കെ കാണാനിടയായത്. അങ്ങനെ ഒരു 2018 കാലത്തിലായിരിക്കും ആദ്യമായിട്ട് എഴുതുന്നത്. ഇതിന്റെ ആമുഖത്തിൽ ഈ കവിതയുടെ സന്ദർഭം വിവരിക്കുന്നുണ്ട്, രചനാകാല കൃതി. അതൊന്ന് വായിച്ചു നോക്കി. ഓട്ടുമാല എന്ന പാട്ട്. ഈ പാട്ട് മലബാർ ഡിസ്ട്രിക്ട് ബോർഡിലേക്കും ഏറനാട് താലൂക്ക് ബോർഡിലേക്കുമുള്ള തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ അതിശയ ബഹളങ്ങളെക്കൊണ്ട് പി ഹൈദർ എന്നിവരുടെ സഹായത്തോടു കൂടി പൊക്കാവിൽ അഹമ്മദ് കുട്ടിമല്ലയാൽ ഉണ്ടാക്കപ്പെട്ടതും പകർപ്പവകാശം ചാലിലകത്ത് ഇബ്രാഹിം കുട്ടി എന്നാൾക്ക് സിദ്ധിച്ചതുമാകുന്നു. 1300 ഹിജറ 1351 ഇത് ഹിജറ 1351 പറയുമ്പോൾ 1933 നടന്ന ഇലക്ഷനെ കുറിച്ച് 33 ഒരു രചന. അപ്പൊ മാപ്പിളപ്പാട്ടിലെ ഒരു രചനകളുടെ ഒരു പൊതു സ്വഭാവം, അത് ചരിത്രത്തെ രേഖപ്പെടുത്തുന്ന ഒട്ടേറെ പാട്ടുകൾ മാപ്പിളപ്പാട്ടിലുണ്ട്. മൊയ്ൻകുട്ടി വൈദ്യരുടെ മലപ്പുറം പട, അത് മലപ്പുറത്ത് 1728 നടന്ന യുദ്ധത്തെ ആസ്വദിച്ചിട്ടുള്ളതാണ്. അതേപോലെ അതിനുശേഷം നടന്ന ഒരുപാട് പടപ്പാട്ടുകളുണ്ട്. ചെറൂർ പടപ്പാട്ട്, മഞ്ചേരി പടപ്പാട്ട്, മണ്ണാർക്കാട് പടപ്പാട്ട്. ഇതൊക്കെ പ്രാദേശിക ചരിത്രങ്ങളെ രേഖപ്പെടുത്തുന്ന പാട്ടുകളാണ്. അതിനുശേഷം പുലിക്കോട്ടിലെ ഹൈദരുടെ തന്നെ വെള്ളപ്പൊക്കമാലയൊക്കെ ഉണ്ട്. 1924 വലിയ വെള്ളപ്പൊക്കത്തെ കുറിച്ചുള്ള പാട്ട്. 1909 വലിയ പ്രളയം, അത് നമ്മുടെ തുറമുഖങ്ങളിലൊക്കെ ഉണ്ടാക്കിയ, കോഴിക്കോടും പൊന്നാനി ഉൾപ്പെടെയുള്ള തുറമുഖങ്ങൾ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ, അതിൽ തകർന്ന ഉരുകൾ, അതുണ്ടാക്കിയ ആഘാതങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ കാട്ടുവീട്ടി അഹമ്മദ് കോയയുടെ തൂഫാൻ മാല, അങ്ങനെ ഒട്ടേറെ കൃതികൾ, ചരിത്രത്തെ രേഖപ്പെടുത്തുന്ന കൃതികൾ. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പുതിയ സംഭവ വികാസങ്ങളെ കുറിച്ച്, ഉദാഹരണം തീവണ്ടി മലബാറിൽ വന്നതിനെ കുറിച്ച് മൊയ്ൻകുട്ടി വൈദ്യരുടെ തീവണ്ടി ചിന്തകൾ. അങ്ങനെ ആളുകൾക്ക് കൗതുകമുണർത്തുന്ന ഏത് വിഷയത്തെക്കുറിച്ചും പാട്ടുകൾ രചിക്കുക, അത് പ്രചരിപ്പിക്കുക എന്നത് മാപ്പിള കവികളുടെ ഒരു രീതിയായിരുന്നു. അങ്ങനെ തന്നെയാണ് പൊക്കാവിൽ അഹമ്മദ് കുട്ടി മല്ലയും പുലിക്കോട്ടിൽ ഹൈദരും തെരഞ്ഞെടുപ്പിനെ, വോട്ടിനെ, ആ വോട്ട് സമ്പ്രദായത്തെ, അതിന്റെ പ്രചാരണ വഴികളെ, രീതികളൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു കൃതി മാപ്പിളപ്പാട്ടിൽ രചിക്കുന്നത്. ഓട്ടുമാല 7 ഇശലുകളായിട്ടാണ് സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ രണ്ടാമത്തെ ഇശല് കൊമ്പ് നമുക്കൊന്ന് പാടി നോക്കാം. ജയം കിട്ടി പല പേർക്കും പേരുത്തുണ്ടായി ബഹുമാനം, ജയിക്കാത്തോറ്റവർക്കില്ല ജനസ്വാധീനം, മുതലും ചെലവിട്ട് വെറുതെയായി അവരെ യത്നം. ജയ കിട്ടി പല പേർക്കും പേരുത്തുണ്ടായി ബഹുമാനം, ജയിക്കാത്തോറ്റവർക്കില്ല ജനസ്വാധീനം, മുതലും ചെലവിട്ട് വെറുതെയായി അവരെ യത്നം. മഹാന്മാർകൾ ജയിത്തോരും ജയിക്കാത്തോരുളും മലബാറിൽ പേരുത്തുണ്ട് അവരിൽ നിന്ന്
അധികം മഷഹൂറുള്ളൊരു പേരെ കഥ ഉന്നുന്നേ. ബഹുമാനികളും രണ്ടാൾ ഒരുപോലെ തിജാറത്തും വരുത്തേകരിപ്പതും പല ഭൂസ്വത്തും മുതലേ വീതമുണ്ട് പതിക്കെങ്കും മഷൂഹൂറത്തും. അപ്പൊ ജയം കിട്ടി പല പേർക്കും പെരുത്തുണ്ടായി ബഹുമാനം. ജയിച്ചവർക്ക് വലിയ ബഹുമാനം ഉണ്ടായി, ജയിക്കാത്ത തോറ്റവർക്കില്ല ജനസ്വാധീനം. മുതലും ചെലവിട്ട് വെറുതെയായി അവരുടെ യത്നം എന്ന് പറഞ്ഞുകൊണ്ട് പണം ചെലവിട്ടവർക്കും ജയിച്ചവർക്കുള്ള ബഹുമാനവും ജയിക്കാത്തവർക്കുള്ള ജനസ്വാധീന കുറവൊക്കെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഇതിൽ മത്സരിച്ച മഷഹൂറായ രണ്ടുപേരുടെ കഥ ഞാൻ പറയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ബഹുമാനികളാം രണ്ടാൾ ഒരുപോലെ തിജാറത്തും പെരുത്ത് കയ്യിരിപ്പതും പല ഭൂസ്വത്തും, നല്ല കച്ചവടവും ഭൂസ്വത്തൊക്കെ ഉള്ള രണ്ട് പ്രധാനപ്പെട്ട രണ്ട് പേര്, അവർ മഷഹൂറായ രണ്ട് പേരാണ്. എന്നിട്ട് അവരുടെ പേര് പറയുന്നുണ്ട്. ഒന്ന് പി അഹമ്മദ് കുരിക്കളാണ്, രണ്ടാമത്തെ പി കുഞ്ഞറമ്മു എന്നാണ്. എന്നിട്ട് പറയുന്നു, എതിരായ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൽ ഉണ്ട് ഇന്ന് ഇടമഞ്ചേരി എന്ന സർക്കിളിൽ സീറ്റ് ഒന്ന്, അതുമേൽ ഇരുവരും പിടുത്ത് മത്സരിച്ച് നിന്നേ. മലബാർ ഡിസ്ട്രിക്ട് ബോർഡിലെ മഞ്ചേരി സർക്കിളിൽ പി അഹമ്മദ് കുരിക്കളും പി കുഞ്ഞറമ്മു എന്നവരും രണ്ടുപേരും പരസ്പരം മത്സരിക്കുന്നതിനെ കുറിച്ചാണ്. ഈ മത്സരത്തിൽ പി കുഞ്ഞറമ്മുവാണ് ജയിക്കുന്നത്. അപ്പൊ ജയത്തെക്കുറിച്ചും പിന്നെ മറ്റ് സ്ഥാനാർത്ഥികളെ കുറിച്ചും ഇതേ സമയം ഇലക്ഷൻ നടക്കുന്ന പൊന്നാനി, അതേപോലെ പാലക്കാട്, കോഴിക്കോട് താലൂക്കുകളെ കുറിച്ചൊക്കെ അദ്ദേഹം വളരെ സവിസ്തരമായിട്ട് ഇതിൽ പ്രതിപാദിക്കുന്നത്. സാധാരണ മാപ്പിളപ്പാട്ടിലെ പോലെ തന്നെ തുടങ്ങുക അള്ളാഹുവിന് സ്തുതിയും ഒക്കെ അർപ്പിച്ചുകൊണ്ട്, പ്രവാചകർക്കും സഹാബത്തിനും സലാത്തും സലാമും ഒക്കെ അർപ്പിച്ചുകൊണ്ട് പറയുന്നു. അതേപോലെ തന്നെ അവസാനിപ്പിക്കുന്ന ഇതിന്റെ രചനാകാലം കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ പാട്ട് അവസാനിപ്പിക്കുന്നത്.